ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചിലവ് കുറഞ്ഞ രീതിയിൽ ക്രിസ്മസിന് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി വീട്ടിലുണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും വീട്ടിലും ഇപ്പോൾ തണ്ണിമത്തൻ കൊണ്ടുവരാറുണ്ടല്ലോ, കാരണം തണ്ണിമത്തൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ആരും കളയണ്ട, അതിൻ്റെ ഒരു തൊണ്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതി തണ്ണിമത്തൻ എടുത്തിട്ട് അതിൻ്റെ ആ തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തണ്ണിമത്തൻ്റെ ഒരു പീസ് പോലും നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഈ ഒരു തൊലി മാത്രം മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ചുവന്ന ഭാഗവും അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു നല്ല ഡാർക്കായിട്ടുള്ള ആ ഒരു തൊലി കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ടേസ്റ്റ് ഉണ്ടാവുമോ, കടയിൽ നിന്ന് വാങ്ങി അതേപോലെ ആവുമെന്നൊന്നും തോന്നണ്ട. കാരണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തണ്ണിമത്തൻ്റെ തൊലിയാണെന്നൊന്നും തോന്നില്ല കേട്ടോ, അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ കട്ടിയുള്ള ഭാഗം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി വളരെ ചെറിയ പീസായിട്ടാണല്ലോ ഉണ്ടാവുക, അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു തണ്ണിമത്തൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുക, കാരണം ചെറിയ ചെറിയ പീസാക്കിയാൽ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പക്ഷേ പപ്പായ പെട്ടെന്ന് അലിഞ്ഞു പോവും, നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകുമല്ലോ. ഇത് അത്ര പെട്ടെന്നൊന്നും ഉടഞ്ഞു പോകുന്നില്ല, നമ്മൾ വാങ്ങുന്ന അതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും, പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം വെക്കുക, അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തോല് അതിലിട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഒരു 8 മിനിറ്റൊക്കെ മതിയാവും. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്ക് തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കണം. തണ്ണിമത്തൻ്റെ തൊലി കളയാനുള്ള ടിപ്പൊക്കെ ഞാൻ അതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒരു കുരു പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തൊലിയും ഏകദേശം വേവായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ വാനില എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുത്താലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഉള്ളവർ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തൻ്റെ തൊലി. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് പകുതി വേവായി കിട്ടിയാൽ മതി, കാരണം നമ്മളിത് നേരെ ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ആ ഒരു ഷുഗറൊക്കെ അതിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. അരിച്ചെടുത്തിട്ട് ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് തന്നെ കൂട്ടി കൊടുക്കട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ആ ഒരു മധുരമൊക്കെ ആ തൊലിയിൽ പിടിച്ച് നന്നായിട്ട് തന്നെ വറ്റി കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങനെ ഉടഞ്ഞു പോകുന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കളറൊക്കെ മാറി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ ആക്കി വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് കളറാവാൻ വേണ്ടിയിട്ട് കുറച്ച് 2 ഐറ്റം കളറാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി പല കളറിലും ഉണ്ടാവും, ഞാനിപ്പോൾ 2 കളറുള്ള കയ്യിലുള്ളൂ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചും യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് നല്ല കളർഫുൾ ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ 2 കളർ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഒരു 12 മണിക്കൂർ ഏകദേശം വേണ്ടി വരും കേട്ടോ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓവർനൈറ്റ് വെക്കുകയാണ് നല്ലത്. ഒരു 12 മണിക്കൂർ എന്തായാലും വേണ്ടി വരും അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്.
അപ്പോൾ ഇത് ഇന്നലെ രാത്രി വെച്ചിട്ടുള്ളതായിരുന്നു. രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഞാനും പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. നമ്മളെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു തണ്ണിമത്തൻ്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ അത് കഴിച്ച് നോക്കിയാൽ നമ്മൾ വാങ്ങിയ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് കൂടുതൽ കാലം വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഒരുപാട് കാലം കേടാവാതിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഉണക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നാലേ ഒന്ന് ഡ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഒന്നൊരു പാത്രത്തിലിട്ടതിന് ശേഷം ഒന്ന് ഉണക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ കൂടുതൽ സമയത്ത് ഉണക്കി ഡ്രൈ ആക്കി എടുക്കണ്ട. കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്